മോഹനൻ, ജോയി കോയ്യാക്കുടി, മണ്ഡലം VN സുരേഷ്, സുമേഷ് കുമാർ, സംസ്ഥാന സമിതി അംഗങ്ങളായ KS അജി, GN ഗുരുനാഥൻ, മേഖലാ വൈസ് പ്രസിഡന്റ് അളകരാജ്, മൈനോറിറ്റി മോർച്ച സെക്രട്ടറി ശ്രീ സോജൻ ജോസഫ്, മണ്ഡലം സെക്രട്ടറി ശ്രീ സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് തോപ്പിൽ, പ്രസിഡന്റ് ബിജു NS, ജനറൽ സെക്രട്ടറിമാർ S. രാജേന്ദ്രൻ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം ചെയ്യുവാനെത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ശ്രീ S. രാജേന്ദ്രന് കൈമാറുകയാണ്. ഉപ്പ് ശേഖരിച്ചു വന്നിട്ടുള്ളവർ ആ ഉപ്പുകളുമായിട്ട് ഇങ്ങോട്ട് വരണം. അതായത് മണ്ഡല പ്രസിഡന്റുമാർ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ദേവികുളം മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജയപാൽ സേതുരാമൻ ശേഖരിച്ച ഉപ്പുകൾ ശ്രീ S. രാജേന്ദ്രൻ അവർക്ക് കൈമാറുന്നു. അടിമാലി മണ്ഡലത്തിലെ അനീഷ് ശേഖരിച്ച ഉപ്പുകൾ ശ്രീ S. രാജേന്ദ്രന് കൈമാറുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ S. രാജേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷൻ ശ്രീ KS അജി, നിയോജക മണ്ഡലം ഇൻചാർജ്, ഇവിടെ മുഖ്യ പ്രഭാഷണം ശ്രീ രജി ലൂക്കോസ്, സംസ്ഥാന വക്താവ്, MK ജില്ലാ സെക്രട്ടറി, ദീപ പ്രസാദ് ST മോർച്ച സംസ്ഥാന സെക്രട്ടറി, ശ്രീ അനീസ്, നന്ദി പറയുന്നതിന് ശ്രീ അനീസ് NS BJP അടിമാലി മണ്ഡലം പ്രസിഡന്റ്, മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് ജയ്പാൽ, മറ്റ് പ്രമുഖരായ പ്രിയമുള്ളവരെ, പത്ര മാധ്യമ സുഹൃത്തുക്കളെ, സഹോദര സഹോദരികളെ, എല്ലാവരോടും ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് BJP NDA സഖ്യം സംസ്ഥാനത്തുടനീളം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രീ VN സുരേഷ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു, 140 മണ്ഡലങ്ങളിൽ MLA മാരുടെ ഓഫീസ് മാർച്ച് നടത്തുകയാണ്. ദേവികുളത്ത് MLA ഓഫീസ് അടിമാലിയിൽ ഈ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും പ്രിയപ്പെട്ട പ്രവർത്തകരും നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും 5 വർഷക്കാലം പൂർത്തിയാകുന്ന ഈ കാലയളവിൽ ഒരു നിയോജക മണ്ഡലത്തിൽ പ്രവൃത്തി ഏറ്റെടുക്കുന്ന സമയത്ത് MLA ജനങ്ങളുമായി നൽകിയിട്ടുള്ള ഉറപ്പ് എന്തെല്ലാം നടപ്പിലാക്കി എന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തുടക്കം കുറിക്കുന്ന ഒരു അവസരമാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ ആഫീസ് MLA ആഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിലും ഞാൻ ഈ ആഫീസിൽ അന്ന് ഉദ്ഘാടന വേദിയിൽ ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ എന്തു പറയാൻ,
വീണ്ടും ആ ആഫീസിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് ഇവിടെ മറ്റൊരു ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേരേണ്ട സാഹചര്യം എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രത്യേകത. തീർച്ചയായും ഒരു പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുള്ളത് ഒരു പ്രതിനിധിക്കെതിരെ ഉയർന്നു വരുമ്പോൾ കേൾക്കുന്നവരും കണ്ടവരും പ്രവൃത്തിയായിട്ടുള്ളവരും ഇതിനു മുൻപ് ഒപ്പം യാത്ര ചെയ്തിട്ടുള്ളവരും ഓർക്കുക, എന്താണ് 2021 ശേഷം ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ദേവികുളം നിയോജക മണ്ഡലത്തിലെ ദേവികുളത്ത് തിരഞ്ഞെടുക്കപ്പെട്ട MLA എന്ത് പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത് എന്ന് അതാത് പ്രദേശത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പരിശോധിക്കുമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുടെ വീടുകളിലും UDFിൻ്റെ പ്രവർത്തകരുടെ വീടുകളിലും 2021 ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ശ്രീ KV ശശിയും മുത്തുപ്പാണ്ടിയും അച്ചടിച്ച് നൽകിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. എന്തെല്ലാം 2021 വരെ 2016 മുതൽ 2021 വരെ എന്തെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പഞ്ചായത്ത് തിരിച്ച് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരൊറ്റ പ്രവൃത്തി സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പരുവത്തിൽ സാധാരണക്കാരെ ആശ്വാസപ്പെടുത്തുന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ദേവികുളത്ത് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധിയായ A. രാജ അഡ്വക്കേറ്റ്, അങ്ങരുടെ പേര് പറഞ്ഞില്ലെന്നും പറഞ്ഞാൽ എൻ്റെ പേരിൽ നടപടി. എന്തോരം പേര് എവിടെയെല്ലാം A. രാജയുടെ പേര് പറഞ്ഞു. പക്ഷെ കേൾക്കാത്തത് എൻ്റെ വല്ല കുറവാണോ? ആരുടെയെങ്കിലും ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണക്കാരനല്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അഡ്വക്കേറ്റ് A. രാജ മറ്റാരും വായിക്കേണ്ട, ആദ്യം A. രാജ വായിച്ചു നോക്കട്ടെ. 2021 വരെയുള്ള പ്രവർത്തനത്തിൽ എന്തെല്ലാം ഏറ്റെടുത്തു, 2006 മുതൽ 2021 വരെയുള്ള കാലയളവിലെ പഞ്ചായത്തും പാർലമെന്റും നിയമസഭ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടം ഒഴിവാക്കിക്കൊണ്ട് പരിശോധിച്ചാൽ 5 വർഷക്കാലം പ്രവൃത്തി ഏറ്റെടുക്കുവാനുള്ള സമയം 2018 പ്രകൃതിക്ഷോഭം, 19 പ്രകൃതിക്ഷോഭം, 20 കൊറോണ, അങ്ങനെ 3 വർഷക്കാലം കടന്നുപോയാൽ കിട്ടിയ ആ സമയം കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ന് കാണുന്ന ദേവികുളം നിയോജക മണ്ഡലം. അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒട്ടനവധി സഹായം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പക്ഷെ ഇവിടെ പരസ്യമായും ഇവിടെ എത്തിച്ചേരുന്നതുമെല്ലാം മറ്റൊരു അഡ്രസ്സിലെ മറ്റുള്ളവരുടെ അവകാശത്തിൽ പെട്ടതാണ് എന്ന് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കേണ്ടത്, തീർച്ചയായും കേന്ദ്ര സർക്കാർ, മോഡിജിയുടെ സർക്കാർ നൽകുന്ന പദ്ധതികൾ അതേപടി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ, നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ, കേന്ദ്ര സർക്കാരിനൊപ്പം യാത്ര ചെയ്യുവാൻ, പ്രവൃത്തി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഞാൻ അതിലേക്ക് ഒത്തിരി കാര്യത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ MLA എന്ത് ചെയ്തു എന്നുള്ളതാണ്. 2018-19 ബഡ്ജറ്റിലെ അടിമാലിയിൽ മിനി റവന്യൂ ടവറിന് വേണ്ടിയിട്ടുള്ള തുകയും അതിന് കെട്ടുവാനുള്ള തുകയും ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഒരു മിനി സിവിൽ സ്റ്റേഷൻ, ആ മിനി സിവിൽ സ്റ്റേഷന്റെ സ്ഥലം കണ്ടെത്തുവാൻ എൻ്റെ പ്രിയപ്പെട്ട TK-യും ഞങ്ങളും എല്ലാം കൂട്ടമായി പ്രവർത്തനത്തിലെ ആ സ്ഥലങ്ങൾ കാണുവാനും എല്ലാം ചെന്നെത്തുവാനും സാധിച്ചു. ഈസ്റ്റേറ്റിന്റെ ഭാഗമായിരിക്കുന്ന കുമ്മമ്പാറയിലെ സ്ഥലം കാണുവാനിടയായി, ലൈബ്രറി റോഡിലെ ഉള്ള സ്ഥലം കാണുവാനിടയായി, കുഞ്ഞുമോന്റെ സ്ഥലം കാണുവാനിടയായി, താലൂക്ക് ആശുപത്രി മാറ്റി പണിതുകൊണ്ടുള്ള അടിമോക്കാവുന്നതും ഒക്കെയാണ് ഈ കാര്യങ്ങളിലെല്ലാം. അതിൽ ആ മിനി സിവിൽ സ്റ്റേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും 5 വർഷക്കാലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും ഓർക്കുവാൻ A. രാജയ്ക്ക് സാധിച്ചോ എന്നുള്ളത് സ്വയപരിശോധനയ്ക്ക് അവർ തന്നെയാണ്, അവരോടൊപ്പം നിൽക്കുന്നവരാണ് നോക്കേണ്ടത്. അത് അടിമാലി വികസനത്തിന്റെ വളരെ പ്രധാന KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്റർ, അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സെന്ററും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു പദ്ധതി അതിനോടൊപ്പമുണ്ട്. എന്തായിരുന്നു ആ പദ്ധതികളെ സംബന്ധിച്ച് ഇപ്പോഴും ചിന്തിക്കാത്തതും കാണാത്തതും എന്തുകൊണ്ടാണ് എന്ന് 5 വർഷക്കാലത്തിന്റെ എപ്പോഴെങ്കിലും
പ്രിയപ്പെട്ട ടി കെ, ഞാൻ ടി കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ടി കെ ആണല്ലോ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആള്, നയിക്കുന്നയാള്. അപ്പൊ അദ്ദേഹം ഒന്ന് ഓർക്കണം, ഇവിടെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയ സമയത്ത് ആ ആശുപത്രിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെ 1.25 കോടി രൂപയ്ക്കാണ് അന്ന് ടെൻഡർ വെച്ചത്. ആ കെട്ടിടം ഉദ്ഘാടനമെല്ലാം നടന്നു കഴിഞ്ഞു. പക്ഷെ 1.25 കോടി രൂപയ്ക്ക് അന്ന് ടെൻഡർ കൊടുത്ത ആ പദ്ധതി പണിതത് MLA ഫണ്ട് കൊണ്ടല്ല, മറിച്ച് മറ്റൊരു 2.25 കോടി രൂപയ്ക്ക് പുതിയ പദ്ധതി ഏറ്റെടുത്തു. ടി കെക്ക് നല്ലപോലെ അറിയാം, ഞാനത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, അഴിമതിയാണ്, തെണ്ടിത്തരമാണ്, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ വസ്തുതാപരമായ രേഖയുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഇല്ലാത്ത ഒരു ആശുപത്രി അടിമാലിയിലുണ്ടെങ്കിൽ അത് ഇവിടെയുള്ളൂ, അത് കേരളത്തിലുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവുള്ളൂ. ഒരു താലൂക്ക് ആശുപത്രി കാറ്റഗറിയിലേക്ക് ഉയർത്തുന്ന അവസരത്തിൽ എന്തെല്ലാം വേണ്ടത്, എത്ര പേരാണ് നിയമിക്കപ്പെടേണ്ടത്, അതിൻ്റെ സ്റ്റാഫ് സ്ട്രെങ്ത് എന്താണ്, ഒരു ഡോക്ടർമാർ എത്ര ഡോക്ടർമാരാണ് ആ തസ്തികയിലേക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് വേണ്ടത്, എന്തെങ്കിലും ഓർമ്മയുണ്ടോ, എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയപ്പോൾ അനുവാദം നൽകിയിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിയിട്ടുള്ള തുക ഇപ്പോഴും പൂർണ്ണമായും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ സമയത്ത് ഈ അവസരത്തിലും ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ, ആ പദ്ധതി ഏറ്റെടുക്കുവാൻ 2018 മുതൽ 2021 വരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രകൃതിക്ഷോഭവും കൊറോണയുമാണ്. എന്നാൽ അതിനുശേഷം വരുന്ന കാലഘട്ടത്തിൽ 5 വർഷക്കാലത്തിനുള്ളിൽ ഇതിന്റെ പുരോഗതി എന്ന് മാത്രമായി എന്ന് ചോദിക്കുവാനുള്ള അവകാശം പ്രദേശവാസികൾക്കുണ്ട്. അതാണ് BJPയും NDAയും ഇന്ന് മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആദിവാസി മേഖലയും തോട്ട മേഖലയും കൃഷിക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷിക്കാരനല്ല, വളരെ വളരെ സാധാരണക്കാരായ കൃഷിക്കാരാണ്. ഉദ്ഘാടനം ചെയ്ത ശ്രീ എസ് രാജേന്ദ്രന് പാർട്ടിയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു മാർച്ചിൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും എങ്ങനെയൊക്കെയാണോ CPM തകർന്നടിഞ്ഞത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ദൃഷ്ടാന്തമാണ്, അതിൻ്റെ ഒരു പകർപ്പാണ് കേരളത്തിൽ വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ എസ് രാജേന്ദ്രനും ശ്രീ സജി ലൂക്കോസുമെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPMൻ്റെ പ്രവർത്തനവും CPMൻ്റെ വലിയ തരത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ആയിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ദേശീയതയിലേക്ക് വരുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ അടിമാലിയിൽ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിന് ഈ പ്രതിഷേധ കുറ്റവിചാരണ ജാഥ ഇതിനധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യ BJPയുടെ നേതാവ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇടുക്കിക്ക് വേണ്ടിയിട്ട് തൻ്റെ 3 ടേമിൽ പ്രത്യേകിച്ച് ഇടുക്കിയുടെ എസ്പെഷ്യലി മൂന്നാർ പോലുള്ള പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്ത മുൻ MLA എസ് രാജേന്ദ്രൻ, പാർട്ടിയുടെ ഇടുക്കിയുടെ നോർത്ത് സോൺ പ്രസിഡന്റ്, ഒരു വലിയ സുഹൃത്ത്, BJPയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കൾ,